എല്ലാരും പൊക്കം വയ്ക്കുന്നുള്ളൂ. തടി വയ്ക്കല്ല, അത് പൊക്കം വെച്ചിട്ട് തടി വയ്ക്കുള്ളൂ. ഈ പ്രായത്തിൽ അങ്ങനെയല്ലേ, ബോൺ വൈറ്റൊക്കെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് വിവാഹ വാർഷിക ആഘോഷിക്കുന്ന കുഞ്ഞുമോനും ലക്ഷിക്കും അവർക്ക് ദൈവം നൽകിയ മക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായിട്ട് മാറാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കൂടാതെ നാളെ കുഞ്ഞുമോൻ്റെ ജന്മദിനമാണ്, ഇന്ന് പോളിൻ്റെ ജന്മദിനമാണ്. ഇവർക്കുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങളാൽ നിറഞ്ഞ ഒരു ജീവിതത്തിൽ എന്നും വസിക്കാൻ ദൈവം ഇവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിന് ശക്തിയായി മാറട്ടെ. ആ പ്രാർത്ഥനകളോടെ ഈ കുടുംബത്തിൻ്റെ സർവ്വവിധ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ദൈവീകതയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ എന്നും ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കും എല്ലാവിധത്തിലുള്ള ആപത്തനഷ്ടങ്ങളിൽ നിന്നും ഇവരെ ഈ കുടുംബത്തിലെല്ലാം രക്ഷിക്കുന്നതിനും എപ്പോഴും ദൈവം കൂടെയുണ്ടായി ജീവിതത്തിൽ ഒന്നിനും പതറാതെ ശക്തിയുള്ള ഒരു ജീവിതമായി തീരുന്നതിനും ആവശ്യമായ എല്ലാവിധ കൃപകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്രമങ്ങളിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദൈവരൂപിയേ സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ നവ്യ ജീവനാ ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവരൂപിയേ സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ നവ്യ ജീവനാ ഞങ്ങളിൽ വന്നു വാണിടൂ. ശ്രീഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നായിക്കേണി. ശ്രീഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നായിക്കേണി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. ദൈവരൂപിയേ സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ നവ്യ ജീവനാ ഞങ്ങളിൽ വന്നു വാണിടൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവായ ദൈവമേ, 12 വർഷം മുമ്പ് ഇതേ തീയതിയിൽ വിവാഹമെന്ന വിശുദ്ധ കൂദാശയിൽ അങ്ങ് ഞങ്ങളെ ഒന്നിപ്പിച്ചുവല്ലോ. അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അന്നു മുതൽ ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അമൂല്യദാനങ്ങൾക്കായി വിശിഷ്യ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾക്കും പോരായ്മകൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾ പരസ്പരം ചെയ്തു പോയ തെറ്റുകളെല്ലാം തമ്മിൽ തമ്മിൽ ക്ഷമിക്കുന്നു. മേലിൽ അങ്ങയുടെ തിരുമനസ്സിനൊത്ത വിധം എല്ലായിടത്തും എല്ലായ്പ്പോഴും വ്യാപരിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തെ ഉറപ്പിക്കുന്നതിനായി ഞങ്ങളിതാ ഞങ്ങളുടെ വിവാഹ വാഗ്ദാനത്തെ വീണ്ടും പുതുക്കുന്നു. വിവാഹ വാഗ്ദാന നവീകരണം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിനു മുമ്പിൽ ഞങ്ങൾ നവീകരിക്കുന്നു.